എല്ലാവർക്കും ഫുട്പെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫാസിനോ 125 ഹൈബ്രിഡ് എന്ന യമഹയുടെ പുതിയ സ്കൂട്ടറാണ്. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫാസിനോനെ ഒന്ന് മൊത്തമായിട്ട് കണ്ടിട്ട് വരാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒന്ന് ഫാസിനോ എന്താണ്, ഫാസിനോയെ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഫാസിനോനെ കുറിച്ച് കുറച്ച് നേരം കുറച്ച് കാര്യങ്ങൾ പറയാം. 2012 യമഹയുടെ ആദ്യത്തെ സ്കൂട്ടറായ റേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. റേക്ക് ശേഷം റേ സെഡ് വന്നു, ആൽഫ എന്ന് പറയുന്ന ഒരു മോഡൽ വന്നു. അതിനൊക്കെ ശേഷം 2015 നമ്മളിന്ന് ഈ കാണുന്ന ഫാസിനോയുടെ ഒരു മുത്തശ്ശനൊക്കെ ആയിട്ടുള്ള ആ ഫാസിനോ ലോഞ്ച് ചെയ്തത്. അന്ന് ഫാസിനോ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു സാധാരണ മോഡൽ തന്നെയായിരുന്നു. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത ഒരു നോർമൽ വണ്ടി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്കോ അതുപോലെ ഒരു ഡിജിറ്റൽ മീറ്റർ സംവിധാനങ്ങളോ ഒന്നും അന്ന് ഫാസിനോയിൽ ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ സ്കൂട്ടർ എന്ന പോലെ തന്നെ ലോഞ്ച് ചെയ്തു. അതുവരെ ബൈക്കുകൾ എന്ന ചേട്ടന്മാർ അടക്കി വാണിരുന്ന ഒരു യമഹ ഉണ്ടായിരുന്നു. എഫ്സെറ്റും R15 എല്ലാം. യമഹയുടെ സെയിലിൻ്റെ മെയിൻ ഭാഗം അവർ തന്നെയായിരുന്നു. അങ്ങോട്ടാണ് 2015 ഒരു കുഞ്ഞനിയനെ പോലെ ഫാസിനോ വരുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള ഈ ഒരു 6 വർഷക്കാലത്തിനിടയിൽ ആ ചേട്ടന്മാരെയൊക്കെ അങ്ങ് നൈസായിട്ട് സൈഡാക്കിയിട്ട് അനിയൻ കയറി ഷൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം യമഹയുടെ ഏറ്റവും കൂടുതൽ സെയിലെല്ലാം ഫാസിനോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. കാരണം ഫാസിനോ ആയിരുന്നു യമഹയിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു വണ്ടിയായിട്ട് വന്നത്. കാരണം ബൈക്കുകൾക്കും അതിനുമൊക്കെ ശേഷം ഈ സ്കൂട്ടറുകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന ഒരു കാലം വന്നതോടെ യമഹയിൽ ഏറ്റവും കൂടുതൽ മൂവിങ്ങിലേക്ക് വന്നത് ഫാസിനോ തന്നെയായിരുന്നു. സെഡാറും മറ്റു വണ്ടികളൊക്കെ വന്നെങ്കിലും ഫാസിനോട് അത്രയും ഒരു സെയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യമഹയുടെ ഏറ്റവും ഒരു ടോപ്പ് സെയിൽ മോഡൽ ഫാസിനോ തന്നെയായിരുന്നു. പക്ഷേ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാം 125ലേക്കും മറ്റു ഫീച്ചേഴ്സ് എല്ലാം അവരുടെ വണ്ടിയിൽ ആഡ് ചെയ്തപ്പോഴും യമഹ ഇതേ ഈ 113cc ഫാസിനോ വെച്ച് തന്നെ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അക്കാലത്ത് ഫാസിനോയിൽ വന്ന പ്രധാന മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ കളേഴ്സിലും സ്റ്റിക്കേഴ്സിലും അതുപോലെ കോമ്പിനേഷൻ ബ്രേക്ക് അങ്ങനെയൊക്കെ മാറ്റങ്ങളായിട്ട് ഫാസിനോ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വണ്ടികൾ അവതരിപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 125cc അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബ്രേക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീറ്ററിലേക്കോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മൊബൈൽ ചാർജർ അങ്ങനെ ഒരു ഫംഗ്ഷൻസും അന്ന് യമഹ ആഡ് ചെയ്തിരുന്നില്ല. പിന്നീട് BS4കളൊക്കെ നിർത്തലാക്കി BS6 വന്നപ്പോൾ 125cc ഫാസിനോ പിന്നീട് വന്നത്. അതുവരെ നമ്മൾ കണ്ട ഒരു ലുക്കിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ലുക്കോട് കൂടി ഫാസിനോ വന്നത്. അതായത് പഴയ ഫാസിനോനായിട്ട് സാമ്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് സാമ്യങ്ങൾ വളരെ കുറവ് നല്ല പ്രത്യേകിച്ച് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ലുക്കിലാണ് ഫാസിനോ പിന്നീട് തിരിച്ചു വന്നത്. അതുവരെ യമഹയുടെ വണ്ടിയിൽ കേട്ട് വന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു മൈലേജ് കുറവാണ്. യമഹയുടെ സ്കൂട്ടേഴ്സിന് പൊതുവെ മൈലേജ് കുറവാണെന്നൊരു കംപ്ലൈൻറ്റ് പൊതുവെ ആൾക്കാരിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ വേർഷൻ 2 എഫ് ഒക്കെ വന്നതോടുകൂടി എഫ് ആ മൈലേജിൻ്റെ ഒരു ഇഷ്യൂ തീർന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇമ്പ്രസീവായ ഒരു മൈലേജ് കിട്ടിയിരുന്നു. ഇപ്പോൾ MT ആണെങ്കിലും R15 വേർഷൻ 3 ആണെങ്കിലും ഒക്കെ ആ ഒരു മൈലേജ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഫാസിനോയും ഏകദേശം അതേ ഒരു മോഡലോട് കൂടി ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഒക്കെ ആയിട്ട് തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈലേജ് എന്നുള്ളൊരു പ്രശ്നം യമഹയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫാസിനോ ഹൈബ്രിഡിനെ കുറിച്ച് സംസാരിക്കാം. സാധാരണ ഫാസിനോയിലൊക്കെ വന്നതുപോലെ തന്നെ ചെറിയ ഈ കളേഴ്സിലുള്ള മാറ്റം, അതുപോലെ
ഡിജിറ്റൽ മീറ്ററൊക്കെ മാത്രമാണോ ഹൈബ്രിഡ്, അതോ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നും. സാധാരണ യമഹയിൽ നമ്മൾ പണ്ടത്തെ വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാസിനോവിനെ രണ്ടാമത് കൊണ്ടുവരുമ്പോൾ അതിലെ സ്റ്റിക്കേഴ്സിലും കളേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഇവിടെ ഹൈബ്രിഡ് എന്ന പേരോടുകൂടി വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് യമഹയിൽ. കാരണം ഹൈബ്രിഡ് സിസ്റ്റം, ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഈ യമഹയുടെ എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ചെറിയൊരു സപ്പോർട്ടോട് കൂടിയാണ് യമഹയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഹൈബ്രിഡ് എഞ്ചിനാണോ? അല്ല. ജസ്റ്റ് ഒരു 3 സെക്കൻഡൊക്കെ ഒരു സപ്പോർട്ട് മാത്രമാണ് ആ ഒരു ഇലക്ട്രിക് മോട്ടർ നമ്മുടെ യമഹയുടെ ഈ വണ്ടിക്ക് നൽകുന്നത്. അതായത് ഒരു കയറ്റമൊക്കെ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു മോട്ടറിൻ്റെ സഹായം ഈ എഞ്ചിന് കിട്ടുന്നത്. അത് നമുക്ക് നമ്മുടെ മീറ്ററിൽ അറിയാനും സാധിക്കും. ഒരു അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഷോർട്ട് ഫോമിൽ ഒരു ബട്ടൺ, ഒരു അഡീഷണൽ ഫീച്ചർ ആ മീറ്ററിലുണ്ട്. അത് നമുക്ക് അവിടെ ഓൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്നുകൊണ്ട് ഈ വണ്ടിയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഒന്നും ഈ വണ്ടിയിലില്ല. അങ്ങനെ നമുക്കിനി ഫാസിനോവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫാസിനോനെ നോക്കുമ്പോൾ പഴയ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്? റെഡും ക്രോം കളറും കൂടി ഒരു മിക്സായൊരു വണ്ടിയായിരുന്നു 125. ഹൈബ്രിഡിലേക്ക് വന്നപ്പോൾ ക്രോം കളർ വന്ന ആ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടി വന്നു. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഫ്രണ്ടിലെന്നല്ല വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും യമഹ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു സെൻട്രൽ പോർഷൻ ഗ്ലോസി കളറിൽ നിന്ന് മാറ്റിലേക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ ലുക്കിൽ നിന്ന് പുതിയതിലേക്ക് മാറുമ്പോൾ വലിയൊരു മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. ഇമ്പ്രസീവായ ലുക്ക് തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ LED ഹെഡ്ലൈറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത്. നമ്മൾ സുസുക്കിയുടെ ആക്സസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു ഹെഡ്ലൈറ്റ്. അത്തരം ഹെഡ്ലൈറ്റോട് കൂടി തന്നെയാണ് ഫാസിനോ 125 ഹൈബ്രിഡ് വന്നിട്ടുള്ളത്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ലുക്കൊക്കെ തന്നെയാണ് വണ്ടി നമുക്ക് തരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തുക ഈ സീറ്റിലേക്ക് തന്നെയാണ്. ഇതും നമ്മൾ പല പല വണ്ടികളിലും കണ്ടിട്ടുണ്ട്. ഒരു വെറൈറ്റി ഓഫ് കളർ ഓഫ് സീറ്റ്, അങ്ങനെ വേറൊരു കളർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. രസം ഉണ്ട്, കാണാനൊരു കൗതുകമൊക്കെ ഉണ്ട്. സൈഡിലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാസിനോ എസ് എന്നൊരു എഴുത്തും വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ വി ഷേപ്പിലുള്ളൊരു ടൈൽ ലാമ്പ് തന്നെയാണ്. പക്ഷേ പഴയതിൽ നിന്നും മാറ്റം എന്ന് പറയാൻ LED ലൈറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഹാലോജനിൽ മാറി LED വന്നിട്ടുണ്ട്. അത്തരം മാറ്റങ്ങളൊക്കെയാണ് വണ്ടിയുടെ പുറമെ ബോഡിയിലുള്ള ഒരു മാറ്റം എന്നൊക്കെ പറയാൻ. അങ്ങനെ ഒരു പ്രീമിയം ലുക്കൊക്കെ തന്നെയാണ് മൊത്തത്തിൽ ഫാസിനോ നമുക്ക് തരുന്നത്. ഇനി ഒരു ഹൈറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. ഏകദേശം 163 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ ഞാനിത് കയറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തന്നെ തോന്നണം. വലിയൊരു പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് വലിയൊരു പ്രശ്നമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് ഹൈബ്രിഡിൻ്റെ പുതിയ വിശേഷങ്ങൾ. ഫാസിനോ 125 നിന്ന് ഹൈബ്രിഡിലേക്ക് മാറിയപ്പോൾ അത്രയും വലിയൊരു ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഹൈബ്രിഡ് എന്നൊരു ചെറിയ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറിലും കാര്യങ്ങളിലും എന്നൊരു മാറ്റം, അതുപോലെ ഡിജിറ്റൽ മീറ്റർ എന്നിങ്ങനെ മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഫാസിനോയിൽ വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.